Good afternoon. Good afternoon. Okay. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതായത് ഊണൊക്കെ കഴിച്ചോ? ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു അല്ലേ? ഓക്കെ ഓക്കെ ശരി. തുടങ്ങാം അപ്പൊ നമുക്ക് കേട്ടോ. ശരി, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ് മെറ്റീരിയൽസ് അല്ലെ, മെറ്റീരിയൽസ് എന്താണ്, മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ രണ്ട് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഹൗസ് ലേയുടെ ഡെഫിനിഷൻ ഒക്കെ ഓർക്കുന്നുണ്ടാവും. പിന്നെ മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അല്ലെ, മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? അതിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സുകൾ നമ്മൾ പഠിച്ചു. പിന്നെ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു ഹോസ്പിറ്റലിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ എന്തൊക്കെയാണ് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചത് IMM-നെ പറ്റിയാണ് അല്ലെ, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. വായിച്ചത് നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണ് അല്ലെ? ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യണേ. ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗങ്ങള് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മനസ്സിലാക്കാനായിട്ടേ. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുന്നവരെല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ചിലപ്പോ നമുക്കത് വായിക്കുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നും. അപ്പോ പരമാവധി നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് അതിൽ പറയുന്ന പോയിന്റുകളായിട്ട് നിങ്ങൾ തന്നെ സ്വയം കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു കൺസെപ്റ്റ് എന്താന്നുള്ളത് നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്ത് കിട്ടണം. അത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള പോയിന്റ്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിലുള്ളത് കേട്ടോ. എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പനിയാണെങ്കിൽ റെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടല്ല. റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, അഥവാ നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെയാ പറയാ? IMM എന്നാണ് പറയാ അല്ലെ, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് തന്നെ പറയുന്നത് എന്താ അർത്ഥമാക്കുന്നത്? സമന്വയിപ്പിക്കലാണ് അല്ലെ. നമ്മളെല്ലാം കൂടെ എന്ത് ചെയ്യാണ്? ഒന്നിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കണ്ടതാണ് IMM is a close coordination of all departments which are related with the utilization of materials. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മുടെ മെറ്റീരിയലുകളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ മുഴുവൻ നമ്മൾ ഒരു സിംഗിൾ ഹെഡിന്റെ കീഴിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ് അല്ലെ. സിംഗിൾ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയൽ മാനേജർ അല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കീഴിലേക്ക്, ആ ഒരു പോയിന്റ് ഓഫ് കൺട്രോളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മെറ്റീരിയൽ മാനേജ്മെന്റിനെ കൊണ്ടുവരികയാണ്. അതാണ് എന്ത്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ എല്ലാം തന്നെ ആര് നോക്കുകയാണ്? നമ്മുടെ മെറ്റീരിയൽ മാനേജർ അദ്ദേഹത്തിന്റെ കീഴിലോട്ട് കൊണ്ടുവരികയും നമ്മൾ ഒന്നിച്ച് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും ഓരോരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല? പർച്ചേസ് ചെയ്താൽ ഭയങ്കര നഷ്ടമാണ് അല്ലെ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ, എവറിഥിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ്. എക്സാമ്പിൾ എന്താണ്?
പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. കണ്ടോ, മെറ്റീരിയൽ മാനേജർ, അല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ കൺട്രോളിലോട്ട് നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്, മാനേജ്മെന്റിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ നമ്മള് അത്തരത്തിൽ നമ്മളൊരു സിംഗിൾ ഹെഡിന്റെ കീഴിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ പറയുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് കുറേ കൂടെ നമുക്ക് സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓവറോൾ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ പറയുന്ന പോയിന്റുകൾ ആ ഒരു കൺസെപ്റ്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ പറയാൻ കാരണമുണ്ട്, ഇന്നിപ്പോ നമുക്കിപ്പോ കേൾക്കുമ്പോ ഓക്കെ തോന്നും, പിന്നീട് നിങ്ങൾ പഠിക്കുന്ന സമയത്തെ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഇതെന്താണ്, ഇതെന്തി പറയണേ എന്നൊക്കെ ഒരു സംശയം എനിക്ക് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് IMM കേട്ടോ. അതായത് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെ? നമ്മൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റിനെ നമ്മളൊരു സിംഗിൾ ഹെഡിന്റെ കീഴിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അതുമൂലം ലഭിക്കുന്നത്, എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ ബെറ്റർ റെസ്പോൺസിബിലിറ്റി. ഇതാണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ ബെറ്റർ റെസ്പോൺസിബിലിറ്റി. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ബെറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസുകളാണോ വേണ്ടത് അത് കൃത്യമായി പ്ലാൻ ചെയ്ത്, അല്ലെ, അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായോ? അതാണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസുകളാണോ വേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് യഥാസമയം അത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതാണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അതാണ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിലുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. കാര്യം എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ലൊരു ഏകോപനം അവിടെ വരും, അല്ലെ? അല്ലാണ്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവരുടെ കാര്യം മാത്രം നോക്കും, ആ രീതിയിലായിട്ട് പോകും. അതേസമയം എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ളത് ഒരു സിംഗിൾ ഹെഡിന്റെ കൺട്രോളിലോട്ട് കൊണ്ടുവരുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും, അല്ലെ? അവര് തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്യും, ഓരോരുത്തർക്കും ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസുകൾ എന്താണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡിസ്കസ് ചെയ്യും. അവർക്കിടയിൽ എന്താണ്, ഒരു നല്ല കോർഡിനേഷൻ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ എന്താണ്? ബെറ്റർ പെർഫോമൻസ്. ബെറ്റർ പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? കുറെ കൂടെ സുഗമമാക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് മെറ്റീരിയൽസുകൾ പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ്, ഓവറോൾ മെറ്റീരിയൽ മാനേജ്മെന്റ് കുറെ കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓവറോൾ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പെർഫോമൻസ് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, ഇല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെറ്റർ പെർഫോമൻസ്. ഓക്കെ, പിന്നെന്താണ്? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. നമുക്കറിയാലോ, നമ്മളിപ്പോ ഫാർമസി പഠിച്ചപ്പോ, ഫാർമസിയിലല്ലോ ലബോറട്ടറി പഠിച്ചപ്പോ നമ്മൾ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു, അല്ലെ? അതുപോലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോരോ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? എന്നതുപോലെ മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ സോഫ്റ്റ്വെയറുകളുണ്ട്. അതാണ് എന്ത്? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്.
അപ്പോ നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ എന്തൊക്കെയാണെന്നും അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു എന്താ പറയുക ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സ്റ്റോർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഈ പറയുന്ന മെറ്റീരിയൽസുകളുടെ ആവശ്യകതയും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം കുറെ കൂടെ നമുക്ക് ഈസി ആയിരിക്കും അല്ലെ. ബൾക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും ഈ പറയുന്ന നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ വിവരം പട്ടിക ഏതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഈ പറയുന്ന ഇൻഫർമേഷൻ മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സ്റ്റോക്ക് ലെവൽ അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസി ആകും. ഓക്കെ, അടുത്തത് എന്താണ്, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിരിക്കും അല്ലെ. മെറ്റീരിയൽസ് നമുക്ക് കൈകാര്യം ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ കുറെ കൂടി ഈസി അല്ലേ. നമ്മളിപ്പോ സെപ്പറേറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേണ്ടി വരും, വളരെയധികം നമുക്ക് കോസ്റ്റ് വരും. അതേസമയം നമ്മളിങ്ങനെ ബൾക്കായിട്ട് എല്ലാവർക്കും ഉള്ളത് ഒറ്റ ഒരു കൺട്രോളിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ പറയുക എളുപ്പമായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമായിരിക്കും അല്ലെ. മെറ്റീരിയൽസുകൾ നമുക്ക് എത്തിക്കാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനും എത്തിച്ചു കൊടുക്കാനും ഒക്കെ കുറെ കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് എന്താണ് നോക്കി, സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. ഇതാണ് സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. സ്ക്രാപ്പ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, വേസ്റ്റ് വരിക അല്ലെ. ഓക്കെ, അതുപോലെ സർപ്ലസ് എന്ന് വെച്ചാൽ മിച്ചം വരിക. അതായത് നമ്മള് ഇങ്ങനെ ഒന്നിച്ച് നമ്മള് മെറ്റീരിയൽസുകളൊക്കെ ഓരോ എന്താ പറയാ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിലൂടെ ഈ സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് വേസ്റ്റ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓവർ സ്റ്റോക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഓവർ സ്റ്റോക്കിംഗ്, ഓവറായിട്ട് സാധനങ്ങൾ മെറ്റീരിയൽസുകൾ ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് വരില്ല, സ്ക്രാപ്പ് സർപ്ലസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. മിച്ചം വരുന്നത് വേസ്റ്റ് വരുന്നതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്പോസലും ഈസിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുന്ന വെച്ച് നിർമ്മാർജ്ജനം ചെയ്യാം അല്ലെ. നമുക്കറിയാം ഒരു മെറ്റീരിയൽസ് നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കും, അവസാനം ഉപയോഗിച്ച് അത് പ്രവർത്തനരഹിതമാവും. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്കതിനെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാനും പറ്റും, ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും, നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റുകള്. ബെറ്റർ അക്കൗണ്ടബിലിറ്റി, അതുപോലെ കോർഡിനേഷൻ ഇൻ ദ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ്, better performance, material information system is easy, material handling and transportation is easy, and scrap and surplus control and disposal. Clear ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി നോക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡെസ് cost reduction techniques such as value analysis, variety reduction, standardization, forecasting and market analysis. അതൊന്ന് എല്ലാ പോയിന്റുകളും അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് പറ്റും, നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സുകൾ നമുക്ക് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിലൂടെ സാധിക്കും. എന്തൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സുകളായിട്ട് പറയുന്നത്? അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. ഏതൊക്കെ പോയിന്റുകളാണ് താഴെ തന്നിരിക്കുന്നവര് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സുകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഏതൊക്കെയാ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകൾ എന്ന് പറഞ്ഞാൽ? ഒന്ന് വാല്യൂ അനാലിസിസ്, 1 നമ്പർ ഇട്ട് എഴുതി വെച്ചോട്ടോ. ഒന്ന് വാല്യൂ അനാലിസിസ്, 2 വെറൈറ്റി റിഡക്ഷൻ, 3 സ്റ്റാൻഡർഡൈസേഷൻ, 4th വൺ ഫോർകാസ്റ്റിംഗ്, 5th വൺ മാർക്കറ്റ് അനാലിസിസ്. ഇനി ഇവ ഓരോന്ന് എന്താന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം അല്ലെ, എങ്കിലേ നമുക്കത് ഓർക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് വാല്യൂ അനാലിസിസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് വന്നിരുന്നു. മൂല്യ വിശകലനമാണ് കേട്ടോ. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യ വിശകലനമാണ്.
എന്താണ് മൂല്യ വിശകലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നോക്കാം, നമ്മള് ഇപ്പൊ ഒരു എന്താ പറയുക ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ഓഫ് സർവീസ് എന്തുമാവട്ടെ, നമ്മള് അതിന്റെ മൂല്യം നമ്മൾ അനലൈസ് ചെയ്യാണ്. മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ആ മണിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ ഒരു മൂല്യമുണ്ട് അല്ലെ? ആ ഒരു മൂല്യം നമ്മൾ അനലൈസ് ചെയ്യാണ്. എന്തിന്റെ ബേസിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒന്ന്, ആ വസ്തുവിന്റെ ഫങ്ഷനാലിറ്റി അഥവാ നമുക്ക് എന്ത് പറയാം, യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് ആ ഒരു വസ്തു നമുക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണ് അല്ലെ, അതിനനുസരിച്ചിട്ടല്ലേ നമ്മളൊരു വസ്തുവിന്റെ മൂല്യം നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഒന്ന് ഫങ്ഷനാലിറ്റി, ദാറ്റ് മീൻസ് അതിന്റെ യൂട്ടിലിറ്റി. പിന്നെ വന്നിട്ട് അതിന്റെ കോസ്റ്റ്, അതായത് അതിന്റെ ശരിക്കുള്ള വില, എന്ത് വില കൊടുത്ത് നമുക്ക് ആ വസ്തു വാങ്ങണം, വില. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ അതിന്റെ പെർഫോമൻസ്. ഇപ്പൊ നമ്മൾ എത്ര വില കൊടുത്ത് വാങ്ങിയ സാധനമാണെങ്കിലും അത് വലിയ പെർഫോമൻസ് ഇല്ലെങ്കിൽ നമുക്കത് നഷ്ടമാണ് അല്ലെ? അപ്പൊ പെർഫോമൻസ്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന് അതിന്റെ യൂട്ടിലിറ്റി, ദാറ്റ് മീൻസ് ഫങ്ഷനാലിറ്റി, പിന്നെ അതിന്റെ കോസ്റ്റ്, പിന്നെ അതിന്റെ പെർഫോമൻസ് അല്ലെ? ഈ മൂന്ന് കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വസ്തുവിന്റെ ഒരു മെറ്റീരിയൽ ഓഫ് സർവീസ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് കമ്പോണന്റ് അതിന്റെ എന്താണ് വാല്യൂ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അങ്ങനെ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചില അനാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ഹോസ്പിറ്റല് ഒരു എന്താ പറയാ സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അവർ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അവർ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. അത് വന്നിട്ട് സർജിക്കൽ പ്രൊസീജിയറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് കേട്ടോ. അപ്പോ അതിന് വന്നിട്ട് ആ മെഡിക്കൽ എക്യുപ്മെന്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ അതിന് എന്താ പറയാ ഇമേജിംഗ് മൊഡാലിറ്റീസ്, പല ടൈപ്പ് ഓഫ് ഇമേജിംഗ് മൊഡാലിറ്റീസ് ഉണ്ട്. ഇമേജിംഗ് എന്താ പറയാ സൗകര്യങ്ങൾ അതിലുണ്ട്. അതുപോലെ ചില ഓട്ടോമേറ്റഡ് കൺട്രോൾസ് ഒക്കെ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്. പക്ഷെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട്. പക്ഷെ എന്താണ്, നിലവിലുള്ള എക്യുപ്മെന്റിനേക്കാൾ അതിന് എന്ത് കൂടുതലാണ്? വില കൂടുതലാണ്. കാര്യം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് എന്താണ്, അതിന്റെ വില കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണെന്നറിയോ, ആ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ അനാലിസിസ് നമ്മൾ നടത്താണ്. എന്ന് പറഞ്ഞാൽ ആ എക്യുപ്മെന്റിന്റെ വാല്യൂ, മൂല്യം നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ്. എന്തിന്റെയൊക്കെ ബേസിലാണ്? ഒന്ന് അതിന്റെ യൂട്ടിലിറ്റി, ഒന്ന് അതിന്റെ കോസ്റ്റ്, ഒന്ന് അതിന്റെ പെർഫോമൻസ്. അപ്പോ ഇതിന്റെ വാല്യൂ അനലൈസ് ചെയ്തപ്പോ ഹോസ്പിറ്റലുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഇമേജിംഗ് മൊഡാലിറ്റീസ് എന്ന് പറയുന്ന ഫീച്ചർ അത് അത്യാവശ്യമാണ്. കാരണം സർജിക്കൽ പ്രൊസീജിയറിന് മറ്റൊക്കെ ഇമേജും മറ്റൊക്കെ എടുക്കാനായിട്ട് ആ ഇമേജിംഗ് മൊഡാലിറ്റി എന്ന് പറയുന്ന അതിന്റെ ഫീച്ചർ നമുക്ക് അത്യാവശ്യമാണ്. അതേസമയം ഓട്ടോമേറ്റഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്, അത് അത്ര വലിയ അത്യാവശ്യമില്ല. അത് ഈ സർജിക്കൽ പ്രൊസീജിയറിന് വലിയ ആവശ്യമുള്ള ഒരു സംഭവമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എന്താ ഓട്ടോമേറ്റഡ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ അവിടെ ആവശ്യമില്ല. ആ ഒരു ഫീച്ചറിനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് അതിലൂടെ വരുന്ന കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം നമുക്കത് വേണ്ട. അപ്പൊ ആ കോസ്റ്റ് നമുക്ക് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സപ്ലൈസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ആ രീതിയിൽ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് വാല്യൂ അനാലിസിസ്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞപ്പോ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ അതൊരു കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? വെറൈറ്റി റിഡക്ഷൻ ആണ്. വൈവിധ്യം കുറയ്ക്കാം. അതായത് ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ് അത് കുറയ്ക്കാം. അതായത് ഇപ്പൊ ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് വാങ്ങേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല, എല്ലാത്തിന്റെ ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പല കമ്പനികളുടെ പല പല വെറൈറ്റി കുറെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ ഒരു BP അപ്പാരറ്റസ് ആവശ്യമുണ്ട്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? BP ചെക്ക് ചെയ്യാനുള്ളതാണ്. എന്നാൽ പിന്നെ ഒരു BP അപ്പാരറ്റസ് ഒരു കമ്പനിയുടെ വേറൊരു കമ്പനിയുടെ BP അപ്പാരറ്റസ് അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ BP അപ്പാരറ്റസ് അങ്ങനെ കുറെ വെറൈറ്റി വാങ്ങിച്ചു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല, എല്ലാം ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഒറ്റ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ വെറൈറ്റി അല്ലെങ്കിൽ വൈവിധ്യം കുറയ്ക്കുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറച്ചുകൂടെ കോസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ? വൈവിധ്യം കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് വെറൈറ്റി റിഡക്ഷൻ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു നിശ്ചിത നിലവാരം അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ, ഒരു നിലവാരം നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അതായത് എല്ലാ മെറ്റീരിയൽസിലും നമ്മളൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ മെറ്റീരിയൽസും ഒക്കെ എന്തായിരിക്കും?
ഒരേ നിലവാരത്തിലുള്ളതായിരിക്കും. നമ്മൾ എക്സ്ട്രാ ഫീച്ചേഴ്സുകളും എക്സ്ട്രാ എന്താ സ്റ്റാൻഡേർഡ് കൊണ്ടുവരുമ്പോഴാണ് കൂടുതൽ അതിന് വേണ്ടി നമുക്ക് കോസ്റ്റ് വരുന്നത്, പൈസ ചെലവാക്കേണ്ടി വരുന്നത്. അതേസമയം നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരികയാണെങ്കിൽ, എല്ലാ മെറ്റീരിയൽസുകളും ഒരേ നിലവാരമായിരിക്കില്ലേ, അങ്ങനെയുള്ള ഒരേ സ്റ്റാൻഡർഡൈസേഷൻ ഉള്ള മെറ്റീരിയലുകൾ വൈഡായിട്ട് ഉപയോഗിക്കപ്പെടും. അത് മാത്രമല്ല, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കുറയ്ക്കാൻ പറ്റും? കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷൻ വിട്ടിട്ട് വലിയ ഹൈ സ്റ്റാൻഡേർഡ് ഒക്കെ കയറ്റുമ്പോഴാണ് കൂടുതൽ നമുക്ക് പൈസ വരുന്നത്. അങ്ങനെ ചെയ്യുന്നില്ല, എല്ലാ മെറ്റീരിയൽക്ക് ഏകദേശം ഒരേ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നതിന് പിന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ എല്ലാം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് അതിലൂടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് മീൻസ് എന്താണ്? പ്രഡിക്ഷൻ ആണ്. അപ്പൊ നമ്മൾ മുൻകൂട്ടി കാണാണ്. ഫോർകാസ്റ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് പ്രഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്സ് ഫോർ എ മെറ്റീരിയൽ എന്നാണ് കേട്ടോ. അതായത് ഒരു മെറ്റീരിയലിന്റെ ഫ്യൂച്ചർ ഡിമാൻഡിനെ പറ്റിയിട്ട് നമ്മൾ മുൻകൂട്ടി കണക്കാക്കാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇന്ന മെറ്റീരിയലുകളൊക്കെ പൊതുവായിട്ട് ആവശ്യമുണ്ട്. ചില ഡിപ്പാർട്ട്മെന്റിൽ ചില മെറ്റീരിയൽ കൂടുതലായിട്ട് വേണം. അങ്ങനെയൊക്കെ നമുക്കൊരു ഫോർകാസ്റ്റ്, ദാറ്റ് മീൻസ് ഒരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർ സ്റ്റോക്കിങ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ഒരുപാട് നമുക്ക് കറക്റ്റ് ഏകദേശം കണക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്രയൊക്കെ ഏകദേശം ആവശ്യം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓവറായിട്ട് മെറ്റീരിയൽസുകൾ വാങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അവിടെ രണ്ട് കാര്യമുണ്ട്. ഓവർ സ്റ്റോക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അണ്ടർ സ്റ്റോക്കും ഒഴിവാക്കാൻ പറ്റും, അല്ലെ? ക്ഷാമം വരാത്ത രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വേണം, എന്നാൽ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്യാനും പാടില്ല. അപ്പൊ അതേ രീതിയിൽ നമുക്ക് പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കണക്കോ കാര്യങ്ങളോ ഒന്നും അറിയാത്ത സമയത്താണ് നമ്മൾ ചിലപ്പോൾ കുറെ ബൾക്കായിട്ട് വാങ്ങിച്ചു കൂട്ടും. അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ ചെലവാക്കിയിട്ടായിരിക്കും അങ്ങനെ വാങ്ങിച്ചു വെക്കുന്നത്. അവസാനം ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറെ മിച്ചം വരും, കുറെ വേസ്റ്റ് വരും. അതിൽ നല്ലത് നമ്മൾ എല്ലാത്തിനെ പറ്റി നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ, അതിന്റെ ഓരോ മെറ്റീരിയൽസിന്റെ ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവർ സ്റ്റോക്കിങ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വേസ്റ്റ് വരാത്ത രീതിയിൽ മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യാനും നമുക്ക് ഇവിടെ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? അധികം കോസ്റ്റ് വരാത്ത രീതിയിൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ വരുന്നത് മാർക്കറ്റ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ പറയില്ലേ മാർക്കറ്റ് അനാലിസിസ്, ദാറ്റ് മീൻസ് നമ്മൾ മാർക്കറ്റിലുള്ള മെറ്റീരിയൽസുകളുടെ ട്രെൻഡ്, പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിലൂടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ, അത് മെറ്റീരിയൽ മീൻസ് മാർക്കറ്റിൽ അത് അവൈലബിൾ ആണോ അല്ലയോ, അല്ലെങ്കിൽ അതിന് വില കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ക്ഷാമം വരുന്നുണ്ടോ, വില കുറയുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ആ മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ വില കുറവുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യാം, അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പച്ചക്കറി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വെളിച്ചെണ്ണ, അതിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണല്ലേ. ചില സമയം വരുമ്പോൾ ഭയങ്കര വിലക്കയറ്റം വരും, ചില സമയത്ത് ഒട്ടും വില ഉണ്ടാവില്ല, അല്ലെ? വില കുറയുന്ന സമയത്ത്. അപ്പൊ പരമാവധി നമ്മൾ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽസുകൾ വാങ്ങുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ മെറ്റീരിയലുകളുടെ ഡിമാൻഡ് ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ അതിന് മാർക്കറ്റിൽ ഭയങ്കര വിലയായിരിക്കും. ആ സമയത്ത് പോയി പർച്ചേസ് ചെയ്യാൻ നിന്നാൽ നല്ലോണം പൈസ നമ്മൾ ചെലവാക്കേണ്ടി വരും. അതേസമയം നമ്മൾ അതിന്റെ വില കുറയുന്ന സമയത്ത് പോയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ? ക്ലിയർ? അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്തൊക്കെയാണ് ആ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകൾ? ഒന്ന് വാല്യൂ അനാലിസിസ്, മറ്റൊന്ന് വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാല്യൂ അനാലിസിസ് ആണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കേട്ടോ. വാല്യൂ അനാലിസിസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് വെച്ച് വായിക്കാം കേട്ടോ. നമുക്ക് വാല്യൂ അനാലിസിസ് ഈസ് എ അറേഞ്ച്ഡ് അപ്രോച്ച് to recognize unnecessary cost connected with any product, material, part, component, system or service. Underline ചെയ്ത് വെക്കുക കേട്ടോ. കറക്റ്റ് ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. വാട്ട് ഈസ് വാല്യൂ അനാലിസിസ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഡെഫിനേഷൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ.
അതായത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് സിസ്റ്റം ഓഫ് സർവീസ് അതുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യമായിട്ടുള്ള ചെലവുകളെ കുറയ്ക്കുന്നതിനായിട്ട് ഒഴിവാക്കുന്നതിനായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ദാറ്റ് ഈസ് കോൾഡ് വാല്യൂ അനാലിസിസ്. നേരത്തെ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ കാര്യം പറഞ്ഞ നിങ്ങളുടെ മനസ്സിലില്ലേ, അത് ഓർത്താൽ മതി കേട്ടോ. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സിന് നമുക്ക് ഒഴിവാക്കാം, കാരണം അതിനൊക്കെ ചെലവാക്കുന്ന കോസ്റ്റ് ഒക്കെ നമ്മൾക്ക് കുറയ്ക്കാം അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ ഒരു എന്താ പറയുക പ്രോഡക്റ്റ്, മെറ്റീരിയൽ അല്ലെങ്കിൽ കമ്പോണന്റ്, സിസ്റ്റം ഓഫ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യ ചെലവുകള് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിനെയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ, മൂല്യവിശകലനം. ഓക്കെ, പിന്നെ നോക്കുക, ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കാണ്. അപ്പൊ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇത് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നോക്കുക കേട്ടോ, വാല്യൂ റിലേറ്റ്സ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. ഇതിൽ പറയുന്ന എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നോക്കാം, വാല്യൂ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? റിലേ മീൻസ് ഡിപ്പെൻഡ് ചെയ്യാന്നാണ് അർത്ഥം കേട്ടോ. വാല്യൂ റിലേറ്റ്സ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. രണ്ട് കാര്യങ്ങളെയാണ് ഒരു വസ്തുവിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, മൂല്യം. ഓക്കെ, ഒരു വസ്തുവിന്റെ മൂല്യം രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ആ രണ്ട് പോയിന്റുകൾ? ഒന്ന് ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ യൂട്ടിലിറ്റി കേട്ടോ. ആ വസ്തു നമുക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണ് അതിനനുസരിച്ചല്ലേ നമ്മൾ ആ വസ്തുവിന്റെ മൂല്യം കണക്കാക്കുന്നത്. നമുക്ക് യാതൊരു ഉപകാരമില്ലാത്തൊരു വസ്തുവിനോട് നമുക്ക് വാല്യൂ തോന്നുമോ? വാല്യൂ തോന്നില്ല. നമുക്ക് അതേസമയം അത്യാവശ്യം നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നമുക്ക് നല്ല വാല്യൂ തോന്നില്ലേ? ഓക്കെ, അത് തന്നെ. അപ്പൊ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫങ്ഷൻ, ദാറ്റ് മീൻസ് യൂട്ടിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ എന്താ? കോസ്റ്റ് അല്ലെ. കോസ്റ്റ് എന്താ? അതിന്റെ വിലയും നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനെയാണ്, ഈ രണ്ട് കാര്യങ്ങളെയാണ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫങ്ഷൻ ദാറ്റ് മീൻസ് യൂട്ടിലിറ്റി തന്നെ മനസ്സിലാക്കാം. ഫങ്ഷൻ മീൻസ് യൂട്ടിലിറ്റി, രണ്ടും സെയിം ആണ് കേട്ടോ. ദെൻ കോസ്റ്റ്. ഇനി ശ്രദ്ധിക്കാം, value analysis of materials give more importance to the utility, that means function of the material than its cost. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മൾ രണ്ട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു എങ്കിലും വാല്യൂ അനാലിസിസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിന് തന്നെയാണ്? അതിന്റെ ഫങ്ഷനാലിറ്റിക്കാണ്. ദാറ്റ് മീൻസ് അതിന്റെ യൂട്ടിലിറ്റിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിനേക്കാളും? കോസ്റ്റിനേക്കാളും. ഓക്കെ, രണ്ടും ഉണ്ട്, പക്ഷെ കോസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കൂടുതൽ പ്രാധാന്യം വാല്യൂ അനാലിസിസ് കൊടുക്കുന്നത് എന്തിനാ കൊടുക്കുന്നത്? അതിന്റെ യൂട്ടിലിറ്റി, അതിന്റെ ഫങ്ഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് വാല്യൂ ഇസ് ഈക്വൽ ടു ഫങ്ഷൻ കോസ്റ്റ്. അപ്പൊ വാല്യൂ എന്തിനാ കൂടുതൽ കൊടുക്കുന്നത്? ഫങ്ഷണൽ കോസ്റ്റിനാണ് കൊടുക്കുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വാല്യൂ ഇൻക്രീസസ് by increasing the function or decreasing the cost. That is, value increases by increasing the function or decreasing the cost. അതായത് എപ്പോഴാണ് ഒരു വസ്തുവിന്റെ വാല്യൂ, മൂല്യം എപ്പോഴാണ് വർദ്ധിക്കുന്നത്? അതിന്റെ ഫങ്ഷൻ വർദ്ധിക്കുമ്പോൾ, അതിന്റെ യൂട്ടിലിറ്റി വർദ്ധിക്കുമ്പോൾ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം അതിന്റെ കോസ്റ്റ് കുറയുമ്പോൾ, ഡിക്രീസിങ് ദ കോസ്റ്റ്, കോസ്റ്റ് കുറയുമ്പോഴും അതിന്റെ വാല്യൂ വർദ്ധിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ഒരു മൂല്യം എപ്പോഴാണ് വർദ്ധിക്കുന്നത്? ഇൻക്രീസിങ് ദ ഫങ്ഷൻ, അതിന്റെ ഫങ്ഷൻ, അതിന്റെ യൂട്ടിലിറ്റി വർദ്ധിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ വാല്യൂ കൂടുന്നു. അതേസമയം അതിന്റെ കോസ്റ്റ് കുറയുമ്പോൾ അതിന്റെ വാല്യൂ വർദ്ധിക്കുന്നുണ്ട്. ഈ രണ്ട് പോയിന്റുകൾ ഓർത്ത് വെക്കാം. ഇത് ഒരു എക്സാമ്പിൾ പറയാം, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിങ് ദ ഫങ്ഷൻ അല്ലെ. ഫങ്ഷൻ കൂടുമ്പോൾ അതിന്റെ വാല്യൂ കൂടുന്നു പറഞ്ഞു, യൂട്ടിലിറ്റി കൂടുമ്പോൾ അതിന്റെ വാല്യൂ കൂടും. ഇപ്പൊ നിങ്ങൾ ഒരു പുതിയൊരു എന്താ പറയുക ന്യൂ സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നിങ്ങൾ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരികയാണ് കേട്ടോ. രണ്ട് ഓപ്ഷൻസ് തരികയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓപ്ഷൻ ഫസ്റ്റ് സേ ഓപ്ഷൻ എ ആണെന്നിരിക്കട്ടെ. ഒരു സ്മാർട്ട് ഫോൺ വിത്ത് അതിന്റെ ഒരു ബേസിക് എന്താ പറയാ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ. അതിന് ഏകദേശം തന്നെ 5000 രൂപയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക 5000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. ഞാൻ വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. അതായത് ഒരു സ്മാർട്ട് ഫോൺ അതിന് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. അതിന്റെ വാല്യൂ 5000 രൂപയാണ്. അത് ഞാൻ ഒരു ഓപ്ഷൻ എടുത്ത് തന്നു. രണ്ടാമത് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ തരാണ് കേട്ടോ. സേ ഓപ്ഷൻ ബി ആണെന്നിരിക്കട്ടെ. ഒരു സ്മാർട്ട് ഫോൺ തന്നെ
അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഉണ്ട്, കുറെ കൂടെ ഹൈ ഫീച്ചേഴ്സുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയാ ക്യാമറ ഫെസിലിറ്റി ഉണ്ട്, കുറെ കൂടെ എന്താ പറയാ ക്യാമറയുടെ കപ്പാസിറ്റി കൂടുതലാണ്, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്, പിന്നെ അത്യാവശ്യം ബാറ്ററി ലൈഫ് ഒക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതിന്റെ വിലയും 5000 രൂപ തന്നെയാണ്. നിങ്ങൾ ഇതിൽ ഏതായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യാം? നിങ്ങൾ ഏതായിരിക്കും ഇതിനനുസരിച്ച് ചൂസ് ചെയ്യാന്ന് പറഞ്ഞേ? ഓപ്ഷൻ ബി അല്ലെ? അതെ, ഓപ്ഷൻ ബി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക. കാര്യം എന്താണ്? ഓപ്ഷൻ ബി പ്രൊവൈഡ്സ് എന്താണ്? മോർ ഫങ്ഷൻസ്. അതാണ് കൂടുതൽ. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻക്രീസ്ഡ് ഫങ്ഷൻസ് അറ്റ് ദ സെയിം കോസ്റ്റ് ആസ് ദാറ്റ് ഓഫ് ഓപ്ഷൻ എ. അല്ലെ? ഓപ്ഷൻ എയിൽ പറഞ്ഞ അതേ കോസ്റ്റിൽ തന്നെ 5000 രൂപ വില, പക്ഷെ കൂടുതൽ ഫീച്ചേഴ്സ് വരുന്ന ഓപ്ഷൻ ഡിക്ക് അല്ലേ? അപ്പൊ അതേ കോസ്റ്റിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ യൂട്ടിലിറ്റി, കൂടുതൽ ഫങ്ഷൻ ഉള്ളത് ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് നമ്മൾ അതിനല്ലേ കൂടുതൽ വാല്യൂ കണക്കാക്കുക. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ. ഇനി രണ്ടാമത്തെ എന്താണ്? ഡിക്രീസിംഗ് ദ കോസ്റ്റ് അല്ലെ? കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ. ഇനി ഇതേ സ്മാർട്ട് ഫോൺ തന്നെ എടുക്കാം. ഒരു സ്മാർട്ട് ഫോൺ അതിന് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, അത് 300 രൂപയാണെന്ന് വിചാരിക്കാം. വേറൊരു സ്മാർട്ട് ഫോൺ അതേ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് തന്നെ 500 രൂപയാണ് അതിന്റെ വില. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യാം? 300 രൂപയുടെ. രണ്ടും എന്താണ്? സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് സെയിം ആണ്, പക്ഷെ കോസ്റ്റ് ഇതിനാ കുറവ്, ഒന്നാമത്തേനല്ലേ? അപ്പൊ അതുകൊണ്ട് അതല്ലേ നമ്മൾ വാങ്ങാം. അവിടെ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നമ്മള് കാര്യം ഫംഗ്ഷൻ കൂടുമ്പോ വാല്യൂ കൂടുന്നുണ്ട്, കോസ്റ്റ് കുറയുമ്പോഴും വാല്യൂ കൂടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിന്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വാല്യൂ അനാലിസിസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കാണത്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അനാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഒഴിവാക്കിയിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാൽ അത് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല കേട്ടോ. പരമാവധി മിനിമം പോസിബിൾ കോസ്റ്റിൽ മാക്സിമം ക്വാളിറ്റിയോട് കൂട്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. നമ്മളിപ്പോ ഈ വാല്യൂവിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് കേട്ടോ. ഏതൊക്കെ ടൈപ്പ് വാല്യൂസ് ആണ് ഉള്ളത്? ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് വൺ പറയുന്നത് ഫങ്ഷണൽ വാല്യൂ ആണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് ഫങ്ഷണൽ വാല്യൂ. ദാറ്റ് മീൻസ് യൂട്ടിലിറ്റി വാല്യൂ ആണ് കേട്ടോ. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ് അല്ലെ? ഫങ്ഷൻസിനനുസരിച്ച് കൊണ്ടുള്ള അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ. ഫങ്ഷൻ കൂടുമ്പോൾ അതിന് കൂടുതൽ വാല്യൂ ഉണ്ട്, ഫങ്ഷൻ കുറയുമ്പോൾ അതിന്റെ വാല്യൂ കുറവാണ് അല്ലെ? അപ്പൊ വാല്യൂ ചേഞ്ചസ് ആവും അല്ലെ? കൂടുതൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി ആണ് കേട്ടോ നമുക്ക് പോകുന്നത്. അപ്പൊ ഫങ്ഷൻ കൂടാന്ന് പറയുമ്പോൾ എന്താ പറയാ, യൂട്ടിലിറ്റി കൂടുതലാണ്, അപ്പൊ അതിന്റെ വാല്യൂ കൂടും. ഓക്കെ, യൂട്ടിലിറ്റി കുറയുമ്പോൾ വാല്യൂ കുറയും, അതാണ് വാല്യൂ ചേഞ്ചസ്. അപ്പൊ ഒന്നാമത്തെ ഫങ്ഷണൽ വാല്യൂ. രണ്ടാമത്തെ എന്താണ്? എക്സ്ചേഞ്ച് വാല്യൂ. എന്താണ് എക്സ്ചേഞ്ച് വാല്യൂ? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് സോൾഡ് ആൻഡ് ബൈയിങ് എ ന്യൂ വൺ. എക്സാമ്പിൾ TV, റെഫ്രിജറേറ്റർ നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? പഴയ സാധനങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പുതിയ സാധനങ്ങൾ വാങ്ങാറുണ്ട്. പ്രത്യേകിച്ച് ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോ ആ പഴയത് നമ്മൾ അപ്പൊ അതാണ് എക്സ്ചേഞ്ച് വാല്യൂ. ഒന്ന് കൊടുത്ത് നമ്മൾ മറ്റൊന്ന് വാങ്ങും അല്ലെ? അതാണ് എന്ത്? എക്സ്ചേഞ്ച് വാല്യൂ. നമ്മൾ ആ കൊടുക്കുന്നതിന് നമുക്ക് ലഭിക്കുന്ന ഒരു മൂല്യമാണ് അല്ലെ? കൊടുക്കുന്നതിന് നമുക്ക് ലഭിക്കുന്ന ഒരു മൂല്യം. അത് കൊടുത്തുകൊണ്ട് അതേ മൂല്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിനൊരു മൂല്യമുണ്ട്. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പുതിയൊരു വസ്തു വാങ്ങുന്നത് അല്ലെ? അപ്പൊ അതാണ് എന്ത്? എക്സ്ചേഞ്ച് വാല്യൂ. എക്സാമ്പിൾ TV, റെഫ്രിജറേറ്റർ ഒന്ന് കൊടുത്ത് മറ്റൊന്ന് നമ്മൾ വാങ്ങുന്നത്. ദാറ്റ് ഈസ് കോൾഡ്, അതിന് കിട്ടുന്ന ഒരു മൂല്യം. അതാണ് എക്സ്ചേഞ്ച് വാല്യൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ എന്താണ്? എസ്റ്റീം വാല്യൂ. ഒരു ഹൈഫൺ ഇടണം കേട്ടോ. ഒരു ഹൈഫൺ ഇട്ട് വെച്ചോട്ടെ. എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. എസ്റ്റീം വാല്യൂ ദാറ്റ് മീൻസ് എന്താണ്? അതായത് ഒരു വസ്തുവിന്റെ എസ്റ്റീം ദാറ്റ് മീൻസ് അതിന്റെ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ, അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് എന്താ എസ്റ്റീം വാല്യൂ കൂടുതലാണ്. ഇപ്പൊ നിങ്ങളൊരു ലക്ഷറിയസ് വാച്ച് മേടിക്കാന്ന് വിചാരിക്കുക, അതിന് ഹൈ എസ്റ്റീം വാല്യൂ ആണ്. കാര്യം എന്താ? അതിന്റെ ബ്രാൻഡ് ഭയങ്കര റിപ്യൂട്ടഡ് ആയിരിക്കും അല്ലെ? അതിന്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പും അതിന്റെ എന്താ പറയാ ബ്രാൻഡൊക്കെ വളരെ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബ്രാൻഡ് ആയിരിക്കും. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എസ്റ്റീം വാല്യൂ അതായത് ഒരു വസ്തുവിന്റെ പ്രസ്റ്റീജ് അല്ലെങ്കിൽ അതിന്റെ ഗുഡ് അല്ലെങ്കിൽ അതിന്റെ റെപ്യൂട്ടേഷൻ, അതിന്റെ സ്റ്റാറ്റസിന് ലഭിക്കുന്ന ഒരു മൂല്യം. ദാറ്റ് ഈസ് കോൾഡ് എസ്റ്റീം വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്
കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ. എന്താണ് കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ? മോണിറ്ററി വാല്യൂ അനുസരിച്ചുള്ള കോസ്റ്റ്. എന്തെന്ന് ഈ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ആക്ച്വൽ പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ആക്ച്വൽ പ്രൈസ് ദാറ്റ് യു പേ ഫോർ എ മെറ്റീരിയൽ. നിങ്ങൾ ഒരു മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്ന അതിന്റെ യഥാർത്ഥ വിലയാണ് ഇത് കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതില് എന്താ പറയാ, മാക്സിമം MRP മാക്സിമം റിറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ആ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പൊ ഒരാള് നമുക്ക് ഒരു കൊട, ഒരു എന്താ പറയുക, കൊട നമ്മൾ മേടിക്കാണ്. നമ്മൾ 1500 രൂപയ്ക്കാണ് ആ കൊട വാങ്ങുന്നത് അല്ലെ. പക്ഷേ വിൽപ്പനക്കാരൻ ആ കൊട ചിലപ്പോൾ വാങ്ങുന്നത് 1300 രൂപയ്ക്കായിരിക്കും അല്ലെ. 1300 അതിന്റെ യഥാർത്ഥ വില. ആ വിലക്കാണ് ആര് വാങ്ങുന്നുണ്ടാവുക? ഈ പറയുന്ന സെല്ലർ വാങ്ങുന്നുണ്ടാവുക. നമുക്കത് വിൽക്കുന്നത് 1500 രൂപയ്ക്കായിരിക്കും. അപ്പൊ അയാൾ വാങ്ങുന്ന വിലയുണ്ട്, അതിന്റെ യഥാർത്ഥ വിലയിലാണ് അയാൾ വാങ്ങുന്നത്. അയാളത് കുറച്ച് കൂട്ടിയിട്ടാണ് നമുക്ക് വിൽക്കുന്നത്. എങ്കിൽ മാത്രമേ അയാൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ യഥാർത്ഥ വാല്യൂ ആണ് കേട്ടോ. ആക്ച്വൽ പ്രൈസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ആണ് കേട്ടോ. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് ദ മെറ്റീരിയൽ. സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ പറയുന്ന വേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മാക്സിമം നമ്മൾ ഉപയോഗിച്ചു, പിന്നെ അത് എന്തായി ഉപയോഗരഹിതമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്രിക്കാർക്ക് എടുത്ത് കൊടുക്കും അല്ലെ. അപ്പൊ അതിൽ നമുക്ക് ചെറിയൊരു വാല്യൂ കിട്ടില്ലേ, ചെറിയൊരു തുക നമുക്ക് തരാറില്ലേ? അത് തന്നെ, അതാണ് എന്ത്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയാ? സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് ദ മെറ്റീരിയൽ. ആ ഒരു മെറ്റീരിയൽ ലൈഫ് ടേം കഴിഞ്ഞു, മാക്സിമം നമ്മളത് ഉപയോഗിച്ചു, ഇനി അതിന് ലൈഫ് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിസ്സാര വാല്യൂ ആണ് അല്ലെ. യെസ്, അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ടൈം വാല്യൂ. ടൈം വാല്യൂ മീൻസ് എന്താണ്? ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. ടൈമിനനുസരിച്ച് കൊണ്ടൊരു വാല്യൂ ഉണ്ട്. ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മള് ഫാർമസി പഠിച്ചതാണല്ലോ. അപ്പോ നമ്മളൊരു ഡ്രഗ്സിന്റെ വാല്യൂ എങ്ങനെയാ? അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ. ആ ഒരു ഡേറ്റ് വരെയല്ലേ അതിന്റെ വാല്യൂ ഉള്ളൂ. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ ഉണ്ടോ? ഇല്ല, വാല്യൂ ഇല്ല. ഓക്കെ, അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ടൈം വാല്യൂ. ഓക്കെ, അപ്പൊ ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, എത്ര നാൾ അത് നിലനിൽക്കും, ആ ടൈമിനനുസരിച്ച് കൊണ്ടും ഒരു വാല്യൂ അതിന്. അതിലൊക്കെ പല ടൈപ്പ് വാല്യൂ ആണ്. ഏതൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ, കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, അതുപോലെ തന്നെ ടൈം വാല്യൂ. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? പല ടൈപ്പ് ഓഫ് വാല്യൂ ഒക്കെ ആണോ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങള് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ എന്താ പറയാ എയിംസ് ഉണ്ട്, എന്തൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നോക്കുക, ഫസ്റ്റ് വൺ എന്താണ്? റിമൂവൽ ഓഫ് എൻ ഐറ്റം. റിമൂവൽ ഓഫ് എൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഐറ്റങ്ങൾ റിമൂവ് ചെയ്യാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് അനാവശ്യമായിട്ടുള്ള ചില ഫീച്ചേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓർത്താൽ മതി. ആ മെഡിക്കൽ അപ്പാരറ്റസ്, അതിന് ഓട്ടോമാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് സർജിക്കൽ പ്രൊസീജിയറിനൊന്നും അധികം ആവശ്യം വരുന്നില്ല. അപ്പൊ ആ ഫീച്ചർ നമുക്ക് വേണ്ട ശരിക്കും പറഞ്ഞു, അത് നമുക്ക് അവിടെ ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കി നമുക്ക് അതിലൂടെ വരുന്ന കോസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, റിമൂവൽ ഓഫ് എൻ ഐറ്റം. അതായത് അനാവശ്യമായിട്ടുള്ള ചില ഐറ്റംസുകൾ നമുക്ക് വാല്യൂ അനാലിസിസിലൂടെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ ദ കോസ്റ്റ് റിഡക്ഷൻ. അതാണ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ ദ കോസ്റ്റ് റിഡക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള കമ്പോണൻസുകൾ ഉപയോഗപ്പെടുത്താം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണന്റ് ഉപയോഗിക്കുന്നത് ഗുണം എന്താ? അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് കേടുപാടുകൾ വരാനുള്ള ചാൻസുകൾ കുറവാണ് അല്ലെ. കേടുപാട് വരാനൊക്കെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഇഷ്യൂസ് കുറവായിരിക്കും. അങ്ങനെ കുറയുമ്പോൾ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, മിക്കപ്പോഴും അത് കേട് വരും. ചിലപ്പോൾ അതിന് വേണ്ടത്ര പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് റിപ്പയർ ചെയ്യാനും അതിന്റെ പെർഫോമൻസ് കൂട്ടാനൊക്കെ നമ്മൾ കുറെ പൈസ ചെലവാക്കേണ്ടി വരും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്.
അതേസമയം നമ്മൾ സ്റ്റാൻഡേർഡ് കമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെറ്റീരിയൽസുകളാണെങ്കിൽ അതിന് അത്യാവശ്യം ഒരു നിലവാരം ഉണ്ടായിരിക്കും, അതിന് കേടുപാടുകൾ വരാനുള്ള ചാൻസുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് റിപ്പയർ ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനുള്ള അഡീഷണൽ കോസ്റ്റുകളൊന്നും നമുക്ക് വരില്ല അല്ലെ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് സ്റ്റാൻഡേർഡ് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് കൂടുതലേ വേണ്ടത്, അങ്ങനെ ചിന്തിക്കരുത്. സ്റ്റാൻഡേർഡ് കമ്പോണന്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കേടുപാടുകൾ വരാനുള്ള ചാൻസ് കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് കേടുവരുന്ന എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യാൻ നമുക്ക് കുറെ പൈസ ചെലവാകില്ലേ, ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം നല്ലൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സ്റ്റാൻഡേർഡ് കമ്പോണന്റ്സ് അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പോണന്റ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ആണ് അതിലൂടെ ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. നെക്സ്റ്റ് വരുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓൺ എൻ ഐറ്റം. നമുക്കറിയാം ഒരു വാല്യൂ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ, ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സിന്റെ പരിശോധന നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അതിന്റെ പെർഫോമൻസ്, അതിന്റെ കോസ്റ്റ്, അതിന്റെ എന്താ പറയാ യൂട്ടിലിറ്റി, ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വാല്യൂ അനാലിസിസ് നടത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഐറ്റത്തിന്റെ എല്ലാവിധ ഫീച്ചേഴ്സുകളുടെ പരിശോധന അവിടെ നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഏതാണ്, അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് ഏതാണ്, നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മെറ്റീരിയലിന്റെ വാല്യൂ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊരു ലക്ഷ്യമാണ്. പിന്നെ വരുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസ് ഇൻ എൻ ഓർഗനൈസേഷൻ. അതുപോലെ ഒരു ഓർഗനൈസേഷന്, ദാറ്റ് മീൻസ് നമ്മുടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽ ആണ്, ആ ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിനും അവർക്ക് എന്താ പറയാ ബെനിഫിറ്റ് ഉണ്ടാകുന്ന, അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ചീപ്പറായിട്ട്, ചീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിനിമം പോസിബിൾ കോസ്റ്റ്, ഏറ്റവും താഴ്ന്ന കോസ്റ്റില് എന്നാൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതന്നെയല്ലേ നമ്മുടെ ആവശ്യം. അതായത് പരമാവധി മിനിമം കോസ്റ്റില് എന്നാൽ ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ മെറ്റീരിയൽസുകൾ ഉപയോഗപ്പെടുത്താനായിട്ട്. പ്രത്യേകിച്ച് ഒരു നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അല്ലെ, ഹോസ്പിറ്റലിൽ അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഉപയോഗത്തിനും അതിന്റെ എന്താ പറയാ അനുകൂലമാവുന്ന രീതിയിൽ ചീപ്പർ മീൻസ് ഏറ്റവും മിനിമം പോസിബിൾ കോസ്റ്റില് ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് വാല്യൂ അനാലിസിസിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഇൻസ്പെക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ് ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ പറയുന്നത്, ഇൻസ്പെക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ് ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്. അതായത് ഇൻസ്പെക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു മണി ടു ബി സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിന് ഇത്ര മെറ്റീരിയൽസുകൾ വേണം, നമ്മളത് പർച്ചേസ് ചെയ്യാൻ പോകണം. നമ്മൾ ഓടിപ്പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, പല സപ്ലയേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കമ്പാരിസൺ ആണ്, കമ്പയറിംഗ് ഡിഫറെന്റ് സപ്ലയേഴ്സ് ഓർ ഡിഫറെന്റ് വെൻഡേഴ്സ് ഓർ പ്രൊവൈഡേഴ്സ് കേട്ടോ. അതായത് നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ സെൽ ചെയ്യുന്ന പല വിൽപ്പനക്കാര്, പല സപ്ലയേഴ്സ്, പല വെൻഡർമാര്, അവരെ നമ്മൾ പരസ്പരം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മിനിമം എന്താ പറയാ കോസ്റ്റില് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തരുന്ന സപ്ലൈസിൽ നിന്നല്ലേ നമ്മൾ സാധനങ്ങൾ വാങ്ങുള്ളൂ അല്ലെ, അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ പണം ചെലവഴിക്കുള്ളൂ. അങ്ങനെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കമ്പാരിസൺ ആണ്, കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് സപ്ലയേഴ്സ്, വെൻഡേഴ്സ് ഓർ പ്രൊവൈഡേഴ്സ് കേട്ടോ. പിന്നെ എന്താണ്, റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്. അതിന്റെ ശരിയായ വർത്ത്, ദാറ്റ് മീൻസ് ശരിയായ വാല്യൂ നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ലേ? വാല്യൂ അനാലിസിസിലൂടെ നമ്മൾ ചെലവാക്കി വാങ്ങുന്ന ഒരു മെറ്റീരിയലിന്റെ ശരിയായ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വാല്യൂ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താണെന്ന് കണ്ടു, അതിന്റെ അഡ്വാൻറ്റേജസ് കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞത് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതിന് പല ടൈപ്പ് വാല്യൂ കണ്ടു, അതിന്റെ മെയിൻ പർപ്പസ് ഓഫ് എയിംസും മനസ്സിലാക്കി. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഈ ഭാഗങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണം, അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ.
ഇത് വെറുതെ വായിച്ചു വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതായത് ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈറാർക്കി സ്ട്രക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പഠിച്ചപ്പോൾ കുറെ ഡയഗ്രം ഒക്കെ പഠിച്ചിട്ടില്ല, അതുപോലൊരു ഡയഗ്രം ആണ് കേട്ടോ. അത് വായിച്ചു കിട്ടാവുന്നേ ഉള്ളൂ. ഏറ്റവും ടോപ്പിൽ മെറ്റീരിയൽ മാനേജറിൽ തന്നെ 2 വിഭാഗമുണ്ട്. പർച്ചേസ് മാനേജർ വരും, സ്റ്റോഴ്സ് മാനേജറും വരും കേട്ടോ. ഓക്കെ, 2 വിഭാഗമാണ് മെറ്റീരിയൽ മാനേജർ എന്ന് പറയുമ്പോൾ. അതിൽ തന്നെ ഉപവിഭാഗങ്ങളായിട്ട് പർച്ചേസ് മാനേജർ ഉണ്ടാവും, സ്റ്റോഴ്സ് മാനേജർ ഉണ്ടായിരിക്കും. പർച്ചേസ് മാനേജറിന്റെ കീഴിൽ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അസിസ്റ്റന്റ് മാനേജർ ഉണ്ടായിരിക്കും. അതിന് കീഴിൽ പർച്ചേസ് അസിസ്റ്റന്റ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ സ്റ്റോഴ്സ് മാനേജർ, അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജർ, എന്നെ ഏറ്റവും ഒടുവിൽ സ്റ്റോർ കീപ്പർ. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ വേറെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഒരു സ്ട്രക്ചർ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം അവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പർച്ചേസിംഗ് ആണ് കേട്ടോ. പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുക അല്ലെ, സാധനങ്ങൾ വാങ്ങുക, അത് തന്നെയാണ് ഇത് പർച്ചേസ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ. നോക്കാം, വാട്ട് ഈസ് പർച്ചേസിംഗ് എന്ന് ചോദിച്ചാൽ ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Purchasing is the arranged acquisition of goods and services for the buying entity. Purchasing is the arranged acquisition of goods and services for the buying entity. That means it is the process of acquiring goods and services that is need for the institution or entity. അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ആണല്ലോ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസിങ്. അത്ര ഇതായിട്ടൊന്നും പറയണ്ട, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അത് കുറച്ചിതായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അറേഞ്ച്ഡ് അക്വസിഷൻ. അറേഞ്ച്ഡ് അക്വസിഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഓടിപ്പോയി തോന്നിയ രീതിയിലാണോ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്? അല്ല, അത് കൃത്യമായിട്ട് എന്തൊക്കെ മെറ്റീരിയലുകൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതിന് വേണ്ട ബഡ്ജറ്റും മറ്റും ഒക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് അങ്ങനൊരു ആ രീതിയിലാണ്. അതുകൊണ്ടാണ് അറേഞ്ച്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ആ അർത്ഥത്തിലാണ് അറേഞ്ച്ഡ് അക്വസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ബൈയിങ് എൻറ്റിറ്റി. ഓക്കെ, അത് ഒരു സ്ഥാപനത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന പ്രോസസ്സിനെയാണ് പർച്ചേസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് നോക്കിയേ, പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ് ടു മേക്ക് ഷുവർ ദാറ്റ് റിക്വയർഡ് ഐറ്റംസ് ആർ അക്വയർഡ് ഇൻ എ ടൈംലി മാനർ ആൻഡ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. ഓക്കെ, അതായത് ഒരു പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ അതിന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൂടെ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകള് ശരിയായ സമയത്ത് അതും ഒരു റീസണബിൾ കോസ്റ്റിൽ നമുക്ക് ലഭിക്കണം. അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ. അതായത് നമുക്ക് ടൈമിലി മാനറിൽ കൃത്യസമയത്തൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സമയത്താണ് അത് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ആ ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് അതും ഒരു മാന്യമായിട്ടുള്ള ഒരു കോസ്റ്റില് വേണം നമുക്ക് ആ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ എന്താണ്? പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അവരുടെ നീഡ്സ്, ആവശ്യങ്ങള്, അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, അതിനനുസരിച്ച് കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായിട്ട് വരും. അതേസമയം ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്താണ്, അധികം വലിയ ആക്ടിവിറ്റീസുകളോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല, അവർക്ക് അധികം വലിയ ആവശ്യകതകൾ ഉണ്ടാവണമെന്നില്ല. അതിനനുസരിച്ച് കൊണ്ട് മാത്രം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് അവരുടെ നീഡ്സിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതായത് ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ നേരത്തെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചില്ലേ? അതുപോലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങൾ പോയിന്റുകൾ മാത്രം ഓർത്തു വെച്ചാൽ മതി കേട്ടോ. നോക്കുക, ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ് ഫ്രം എ റൈറ്റ് എന്നാണ് കേട്ടോ. ഇവിടെ റൈറ്റ് അല്ല, റൈറ്റ് വെൻഡർ ഓർ സോഴ്സ് at the right time and at the right place. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്?
together 6 hours of purchasing. നിങ്ങളുടെ 16 ആണ് കിടക്കുന്നതെങ്കിൽ ആ ഒന്ന് വെട്ടിക്കളയണം കേട്ടോ. ഒന്ന് വെട്ടിക്കളയണം. കറക്റ്റ് ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓക്കെ ആണോ? 16 ആണോ 6 ആണ്? അപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് 16 ആണ്. അതായത് 6 hours of purchasing ആ പറഞ്ഞത്. 6 hours. ഇതൊക്കെ 6 hours. ഒന്ന് റൈറ്റ് ക്വാളിറ്റി, ശരിയായ ക്വാളിറ്റിയിൽ, ശരിയായ ഗുണനിലവാരത്തിൽ. അടുത്തത് രണ്ടാമത്തെ റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവിൽ. തേർഡ് ആർ എന്താണ്? റൈറ്റ് പ്രൈസ്, ശരിയായ വിലയിൽ. ദാറ്റ് മീൻസ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഓക്കെ. ദെൻ റൈറ്റ് വെൻഡർ, വെൻഡർ മീൻസ് വിൽപ്പനക്കാരൻ, ശരിയായ വിൽപ്പനക്കാരൻ എന്നും. ഓക്കെ. ദെൻ അഞ്ചാമത്തെ റൈറ്റ് ടൈം, ദാറ്റ് മീൻസ് ശരിയായ സമയത്ത്. ആൻഡ് അറ്റ് റൈറ്റ് പ്ലേസ്. ആറാമത്തെ എന്താണ്? റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലത്ത് എന്താണ്? മെറ്റീരിയൽസുകൾ എത്തിക്കുക. അതാണ് എന്ത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. നിങ്ങൾ ഇങ്ങനെ എന്ത് പറഞ്ഞാൽ മതി? സാറ്റിസ്ഫൈ 6 hours of purchasing മനസ്സിലാക്കിയാൽ മതി. സാറ്റിസ്ഫൈസ് ഓർ മീറ്റ് 6 hours of purchasing. പർച്ചേസിംഗിന്റെ ആ 6 hours സാറ്റിസ്ഫൈ ചെയ്യാം. അതാണ് ഒന്നാമത്തെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ത് ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ല. രണ്ടാമത്തെ എന്താണെന്ന് നോക്കിയേ. Other objectives include keeping the constant flow of materials. എന്താണ്? കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയലുകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു സപ്ലൈ ഉറപ്പാക്കുക, അല്ലെ? അതായത് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റുകളിൽ മെറ്റീരിയൽസിൽ ക്ഷാമം വരരുത്, അല്ലെ? അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവർക്ക് തുടർച്ചയായിട്ടുള്ള രീതിയിൽ സപ്ലൈ അവർക്ക് ലഭിച്ചിരിക്കണം, അല്ലെ? അപ്പൊ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ എന്താണ്? ആൻഡ് ടു ഗ്യാരണ്ടി ഹൈ പ്രൊഡക്ടിവിറ്റി. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഗ്യാരണ്ടി ഹൈ പ്രൊഡക്ടിവിറ്റി, നല്ല ഒരു എന്താ പറയുക, ഉയർന്ന ഉത്പാദനക്ഷമത ഉറപ്പുവരുത്തുക. കിട്ടിയ പോയിന്റുകൾ, ആ 3 പോയിന്റുള്ളൂ കേട്ടോ. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, സാറ്റിസ്ഫൈ ദ 6 hours of purchasing. രണ്ടാമത്തത്, കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. തേർഡ് പോയിന്റ്, ഗ്യാരണ്ടി ദ ഹയർ പ്രൊഡക്ടിവിറ്റി. കിട്ടിയ 3 പോയിന്റ്സ്. അത്ര കേട്ടോ. ഇനി നോക്കാം. വെൻഡർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ് റിലൈയിങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിൽപ്പനക്കാരനാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് നമ്മളൊരു വെൻഡർ ഇവാലുവേഷൻ, നമ്മളൊരു വിൽപ്പനക്കാരന്, നല്ലൊരു വിൽപ്പനക്കാരന് നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്, നമ്മൾ എങ്ങനെയാ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് പെർഫോംഡ് റിലൈയിങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. അതായത് നമ്മളൊരു നല്ല വിൽപ്പനക്കാരനെ എങ്ങനെ തെരഞ്ഞെടുക്കാം? എത്രത്തോളം ക്വാളിറ്റിയിൽ അവരുടെ മെറ്റീരിയൽസ് നമുക്ക് തരുന്നുണ്ട്, അത് നമ്മൾ നോക്കും. പിന്നെന്താണ്? ഡെലിവറി റേറ്റിംഗ് കൂടെ നോക്കും, അല്ലെ? അതായത് നമുക്ക് എത്ര സമയത്തിനുള്ളിൽ അവര് നമുക്കത് ഡെലിവറി ചെയ്തു തരുന്നുണ്ട്, ഏത് റേറ്റിൽ അവര് നമുക്കത് ഡെലിവറി ചെയ്തു തരുന്നുണ്ട്. ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു വെൻഡർ ഇവാലുവേഷൻ നടത്തുന്നത്. വെൻഡർ എന്ന് പറഞ്ഞ വിൽപ്പനക്കാരനാണ് കേട്ടോ. സപ്ലയർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകള്, പ്രൊവൈഡേഴ്സ്. അപ്പൊ ഈ വെൻഡർ ഇവാലുവേഷൻ നമ്മുടെ 2 കാര്യങ്ങളെ, അതൊന്ന് ഓർത്തു വയ്ക്കുക, 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ക്വാളിറ്റി റേറ്റിംഗും മറ്റൊന്ന് ഡെലിവറി റേറ്റിംഗും. അതായത് എത്ര ക്വാളിറ്റിയിൽ അത് നമുക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു ഒന്ന്. പിന്നെ ഏത് ടൈമിലാണ് നമുക്ക്, എത്ര റേറ്റിലാണ് നമുക്ക് ഡെലിവർ ചെയ്ത് തരുന്നുണ്ട്, ഈ വസ്തുക്കൾ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ അനുസൃതമായിട്ടാണ് നമ്മളൊരു വെൻഡർ ഇവാലുവേഷൻ നടത്തുന്നത്. പിന്നെ എന്താണ്? വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി. ഒരു വെൻഡർ എന്ന് പറഞ്ഞാൽ, സപ്ലയർ എന്ന് പറഞ്ഞാൽ അത് വളരെ റിലയബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് വളരെ ഒരു നമുക്ക് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സപ്ലയർ ആയിരിക്കണം കേട്ടോ. വിശ്വാസ്യതയുള്ള ഒരു സപ്ലയർ ആയിരിക്കണം. പിന്നെ പറയുന്നത് വെച്ചാൽ ഹോസ്പിറ്റൽസ് വിൽ ഹാവ് an approved list of vendors. നമ്മുടെ ഹോസ്പിറ്റലിന്റെ കൈവശം അംഗീകൃതമായിട്ടുള്ള വെൻഡേഴ്സുകളുടെ ഒരു ലിസ്റ്റ് അവരുടെ കൈവശം തന്നെയുണ്ട്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പലക്കാലത്തൊക്കെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവരുടെ കൈവശം അംഗീകൃതമായിട്ടുള്ള കുറച്ച് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അത്യാവശ്യം ഏറ്റവും നല്ല വെൻഡേഴ്സ് ആയിരിക്കും, അവരുടെ ലിസ്റ്റ് ആയിരിക്കും ഹോസ്പിറ്റലിന്റെ കൈവശം ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ നോക്കുക, purchase is a business function since we convert the resource into services and is then issued. Purchasing is a spending function and it coordinates with the finance department in the event of bulk purchases.
അവിടെ എന്താ പറയുന്നത്, നമ്മൾ ഈ പർച്ചേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ രണ്ട് പെർസ്പെക്ടീവ്സിലൂടെ നോക്കിക്കാണാൻ. അതായത് ഒരു പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാഴ്ചപ്പാടുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ. അത് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. ബിസിനസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്? വി കൺവെർട്ട് റിസോഴ്സ് ഇൻ ടു സർവീസസ്. നമ്മൾ ഒരു റിസോഴ്സ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു റിസോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ നമ്മളൊരു സേവനമാക്കി മാറ്റാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു MRI മെഷീൻ വാങ്ങാണെന്ന് വിചാരിക്കാം. MRI മെഷീൻ അവര് പൈസ കൊടുത്ത് അവർ വാങ്ങുകയാണ്. ആ MRI മെഷീൻ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സ് ആണ്, അല്ലെ? ആ MRI മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവര് ഒരുപാട് പേഷ്യൻസിന്റെ ഇമേജിന് മറ്റും എടുത്തിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെ സേവനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെന്തുണ്ടാക്കുന്നുണ്ട്? ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഒരു റിസോഴ്സിനെ അവർ എന്താക്കി മാറ്റാണ്? ഒരു സർവീസ് ആക്കി മാറ്റാണ്. MRI മെഷീൻ എന്ന് പറയുന്നത് അവരുടെ റിസോഴ്സ് ആണ്. ആ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവര് നിരവധി പേഷ്യൻസിന് സേവനങ്ങൾ കൊടുക്കുമ്പോൾ അതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അതിലൂടെ ഒരു വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പർച്ചേസ് ബിസിനസ് ഫംഗ്ഷൻ. കാര്യം എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസിങ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും എന്താണ്? ബിസിനസ് ഫംഗ്ഷൻ ആണ്. പിന്നെ എന്താണ് പറയുന്നത്? പർച്ചേസിങ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ. പർച്ചേസിങ് എന്ന് പറയുന്നത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. അത് വേറൊരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അതൊരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. അതെന്തുകൊണ്ട് സ്പെൻഡിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാരണം it coordinates with the finance department in the event of bulk purchases. അവരെന്ത് ചെയ്യാണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് അവർ ബൾക്കായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മണി സ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അത് എന്തും കൂടിയാണ്? പർച്ചേസിങ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒരു തരത്തിൽ അതൊരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. കാര്യം അത് ഓർഗനൈസേഷന്റെ ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പർച്ചേസിങ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം അതൊരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. കാര്യം എന്താണ്? നമ്മൾ ബൾക്കായിട്ട് പൈസ മണി സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബൾക്കായിട്ട് മെറ്റീരിയൽസുകൾ മറ്റു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടി ആലോചിച്ച് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് അലൊക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, രണ്ട് രീതിയിൽ പർച്ചേസിങ്ങിനെ നോക്കി കണ്ടു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കുക, purchasing is a vigorous management activity as we require proper planning of materials, price forecasting, demand forecasting, organizing, coordination, able administration and timely decision. അതായത് നമ്മളിപ്പോ മെറ്റീരിയൽ മാനേജ്മെന്റ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, അല്ലെ? എന്നതുപോലെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു നിസ്സാര പ്രോസസ് ഒന്നുമല്ല. പർച്ചേസിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാര്യം എന്താണ്? അത് ഈ ഒരു പർച്ചേസിംഗിന് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? അതായത് ഒന്ന് പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്ലാനിങ് വേണം. പ്രൈസ് ഫോർകാസ്റ്റിംഗ്, വിലയെ പറ്റി നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടായിരിക്കണം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓരോ മെറ്റീരിയൽസിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് മുൻകൂട്ടി കാണാൻ സാധിക്കണം. പിന്നെ ഓർഗനൈസിംഗ് ആണ്. അതായത് നമ്മൾ ഈ മെറ്റീരിയൽസുകൾ മറ്റു പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസിംഗ് വേണം, കോർഡിനേഷൻ വേണം, അല്ലെ? വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്യണം. അതോടൊപ്പം ഏബിൾ അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം നല്ല രീതിയിൽ നടത്തുന്നതിനായിട്ട് വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അതിന്റെ ടൈമിലി ഡിസിഷൻ, കൃത്യസമയത്ത് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെ? ഇപ്പൊ ഒരു മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമ്പോൾ അത് ഡിലേ വരാത്ത രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പ്രയോറിറ്റി മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്കൊരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. അതൊരു വളരെ സങ്കീർണമായിട്ടുള്ള, മെറ്റീരിയൽ മാനേജ്മെന്റ് പോലെ തന്നെ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് പർച്ചേസിംഗ്. ഇനി അടുത്ത നോക്കിയേ, പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽസ് വാരി അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് മീൻസ് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ സൈസ്, എത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകൾ അത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതുപോലെ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് കൊണ്ടാണ് പർച്ചേസിംഗ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്തായിരിക്കും, അധികം വലിയ സേവനങ്ങളൊന്നും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അത്രയും കേട്ടോ.
അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് തന്നെ ഒരു പ്രാവശ്യം ഇത് വായിച്ചു നോക്കണം കേട്ടോ. ഇതിനടുത്ത് IMM, അതുപോലെ വാല്യൂ അനാലിസിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂ, അതിന്റെ അഡ്വാൻറ്റേജസ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ മനസ്സിലാവാതെ വരരുത്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഫ്ലോ ചാർട്ട് എത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഫ്ലോ ചാർട്ട് എത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല കേട്ടോ. വാല്യൂ അനാലിസിസില് വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. അത് ഒന്നും കൂടി ഒന്ന് പറയാം. അത് മാത്രം അതിനകത്ത് പറഞ്ഞത് വാല്യൂ ഒരു വസ്തുവിന്റെ മൂല്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു വസ്തുവിന്റെ വാല്യൂ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അതിന്റെ ഫംഗ്ഷനാലിറ്റി കൊടുക്കും, അതായത് യൂട്ടിലിറ്റി. ഇപ്പൊ നോക്കി, ഒരു വസ്തു നമുക്ക് കൂടുതൽ എത്രത്തോളം നമുക്ക് ഉപയോഗപ്രദമാണ് അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ അതിന്റെ മൂല്യം നോക്കുന്നത്. ഫംഗ്ഷനാലിറ്റി, അതിന്റെ യൂട്ടിലിറ്റി, അത് കൂടുതൽ ഉപയോഗപ്രദമാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കൂടുതലായിരിക്കും, അതിന് കൂടുതൽ അല്ലെ. അതേസമയം നമുക്ക് യൂട്ടിലിറ്റി കുറഞ്ഞൊരു സാധനം നമുക്ക് അതിന് വാല്യൂ തോന്നും നമുക്ക് ഒരിക്കലും വാല്യൂ തോന്നില്ല. പിന്നെ പറയുന്നത് ഡിക്രീസിങ് ദ കോസ്റ്റ്. കോസ്റ്റ് കുറയുമ്പോഴും വാല്യൂ കൂടും. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 300 രൂപ വരെയുള്ള അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. 500 രൂപയില് അതേ ബേസിക് ഫീച്ചേഴ്സോട് കൂടി ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. നമ്മൾ ഏതായാലും എടുക്കുക, 300 രൂപ വരെയുള്ളത് തന്നെ എടുക്കുക. രണ്ടിലും സെയിം ഫീച്ചേഴ്സാ. ഒന്നിന് 300 രൂപ, ഒന്നിന് 500 രൂപയാണ്. നമ്മൾ 300 രൂപ ഉള്ളതല്ലേ നമ്മൾ മേടിക്കുക, അതല്ലേ നമുക്ക് സൗകര്യം. അപ്പൊ കോസ്റ്റ് സെയിം വേണം, എന്നാൽ യൂട്ടിലിറ്റി കൂടെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വസ്തുവിന് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. മൂല്യം നമ്മൾ പൈസ കൊടുക്കുന്ന ആ പൈസയുടെ വാല്യൂ അല്ല കേട്ടോ, ആ വസ്തുവിന്റെ മൂല്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ശരി കേട്ടോ, വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.